ആം ആദ്മി പാർട്ടി പിളർപ്പിന്റെ വക്കിലേക്ക് നീങ്ങുകയാണ്. വർഷങ്ങളായി മനീഷ് സിസോദിയും കെജ്രിവാളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം ആടി ഉലയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ BJP വളരെ നാളായി ആഗ്രഹിക്കുന്ന കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും ആം ആദ്മിക്ക് കയ്യിരിപ്പിന് കണക്കിന് കിട്ടിയതാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ മാത്രമല്ല ഗുജറാത്തിലും അതുപോലെ തന്നെ ഗോവയിലും ഒക്കെ നാണം കെട്ട കളികൾ കളിച്ചു. കോൺഗ്രസിന്റെ വോട്ട് ഷെയർ കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു. ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ ദേശീയ പാർട്ടി പദവി ലഭ്യമാകാൻ വേണ്ടിയുള്ള കളികൾ കളിച്ചു. പഞ്ചാബിലും ഡൽഹിയിലും ഭരണത്തിൽ ഉണ്ടെങ്കിലും കോൺഗ്രസിനെ മുച്ചൂടം മുടിപ്പിക്കുക എന്നുള്ള ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് അവർ മുന്നോട്ട് ഓരോ ചുവടും വയ്ക്കുന്നത്. അതിശി മാർലേനെ ഡൽഹി മുഖ്യമന്ത്രിയാക്കിയതിന് പിന്നിൽ ചില ഗൂഢ ഉദ്ദേശങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി സ്വാതി മാലിവാൾ അടക്കം കൈലാഷ് ഗെലോട്ട് അടക്കമുള്ള നിരവധി ആം ആദ്മി നേതാക്കൾ പാർട്ടി സ്ഥാനങ്ങൾ പലതും രാജിവെക്കാൻ തയ്യാറാവുകയും എന്തിനധികം പറയുന്നു കൈലാഷ് ഗെലോട്ട് BJPയിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ചയും കണ്ടു. ആം ആദ്മി പാർട്ടി BJPയുടെ ബി ടീമാണ് എന്ന് തുടക്കം മുതൽ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ രൺദീപ് സുർജേവാലയും അജയ് മാക്കനും ഒക്കെ പറഞ്ഞതാണ്. പക്ഷേ ആരും അത് ഗൗനിക്കുകയോ മുഖവിലക്കെടുക്കുകയോ ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ വലിയ തോതിൽ അത് കോൺഗ്രസിനെ ശോചനീയ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഒരു പരിധി വരെ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വന്തം പാളയത്തിൽ തന്നെ പട എന്ന രീതിയിൽ വൻ തിരിച്ചടികൾ ലഭ്യമായതിനെ തുടർന്നാണ് കെജ്രിവാളിന് സത്യാവസ്ഥ ബോധ്യപ്പെട്ടത്. കെജ്രിവാൾ ശ്രമിക്കുന്നത് രാജ്യസഭയിലേക്ക് എത്താൻ വേണ്ടിയുള്ള നീക്കമാണ്. അതായത് കെജ്രിവാളിന് കൃത്യമായി അറിയാം ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ കെജ്രിവാളിനെ കൊണ്ട് കഴിയില്ല. അപ്പോൾ ഉള്ള MLA-മാരുടെ പിന്തുണയോടുകൂടി ഒഴിവ് വരുന്ന സീറ്റിൽ രാജ്യസഭയിലേക്ക് നീങ്ങുക എന്നുള്ളത് മാത്രമാണ് ഇനി കെജ്രിവാളിൻ്റെ മുമ്പിലുള്ള ഏക വഴി. അങ്ങനെ വരുമ്പോൾ VIP സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടും. പാർലമെന്റേറിയനായി മുന്നോട്ട് പോവുക. ലോക്സഭയിൽ ഡൽഹിയിൽ എവിടെ നിന്നാലും ജയിക്കില്ല എന്ന് കെജ്രിവാളിന് ഉത്തമ ബോധ്യമുണ്ട്. കെജ്രിവാളും കോൺഗ്രസും ഒരുമിച്ച് നിന്നതാണ് കോൺഗ്രസിന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്ന് തിരിച്ചറിഞ്ഞ് ആ തിരുത്തലിന് തയ്യാറായി നിൽക്കുകയാണ് അജയ് മാക്കാനും ഡൽഹിയിലെ കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസിൻ്റെ വനിതാ മുഖമായ അൽക്ക ലാംബ പറഞ്ഞത് എനിക്ക് തെറ്റുപറ്റിയിരുന്നു. ചാന്ദിനി ചൗക്കിൽ 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് വിജയിച്ചതിൽ ഇപ്പോൾ ഞാൻ ഖേദിക്കുന്നു. അത് വലിയ തിരിച്ചടിയായിരുന്നു. കോൺഗ്രസ്സുകാരിയായ എന്നെ ആം ആദ്മി പാർട്ടിയിലേക്ക് അവരുടെ ഒരു നവ ലിബറൽ പോളിസിയുമായി ബന്ധപ്പെട്ട് വലിയ ആകർഷണം തോന്നിയെങ്കിലും പിന്നീടാണ് ഉള്ളുകളികൾ എന്താണെന്ന് ഓരോന്നായി പുറത്തു വന്നത്. അഴിമതിയുടെ കൂമ്പാരമായി ആ പാർട്ടിയെ കൊണ്ടെത്തിച്ചത് കെജ്രിവാളും സിസോദിയും തന്നെയാണെന്ന് അൽക്ക ലാംബ തുറന്നടിച്ചു.